ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ് ബ്രോ. അപ്പം നമ്മൾ ഇന്നുള്ളത് കോയവിള ബോട്ടിച്ചാടിയിലാണ്. അപ്പം പൂലെ പിടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. മൈദയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം പൂലെ പിടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമുക്കുക. അപ്പം നമ്മുടെ എല്ലാ നല്ല നല്ല വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നല്ല ഒരു പ്ലേസാണിത്. ബോട്ടിയാടിയാണ്. വന്ന് നമുക്ക് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്ലേസാണ്. അപ്പം നമുക്ക് ഫസ്റ്റിലെ തന്നെ ഒരു കായൽക്കോര കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ എടുത്ത് വലയിലേക്ക് ഇടുന്ന ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ നിന്നിപ്പോൾ നമ്മൾ ചൂണ്ടയിടുന്നതിനെക്കാട്ടി നമുക്കൊരു നൊസ്റ്റാളജി ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോട്ട്യാർഡിലേക്ക് വരുന്ന ബോട്ടാണ് വരുന്നത്. അപ്പം നമുക്കിത് കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെയാണ് നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ടുള്ളത് എടുത്തിട്ടുള്ളതൊക്കെ. അപ്പം നമ്മുടെ ഈ ജാടിയിലേക്കുള്ള ബോട്ടാണ് വരുന്നത്. അതായത് നമ്മളെ ഈ ജാടിയിൽ നിന്നാണ് കൂടുതലും. ഇതിൻ്റെ അപ്പുറത്തൊരു സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലോട്ട് വന്ന കുട്ടികളും കാര്യങ്ങളും എല്ലാം ഈ ബോട്ടിനകത്താണ് പോവുകയും വരികയും എല്ലാം ചെയ്യുന്നത്. അപ്പം ബോട്ട് വന്ന് അടുത്തിട്ടുണ്ട്. സംഭവം കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മീനെ പിടിക്കുന്ന ആ ഒരു ഇത് വിട്ടിട്ട് ആ ബോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ബോട്ടാണ് ഹൈലൈറ്റ് ചെയ്തെടുത്തത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് മായാവിയിലെ ആ രംഗമാണ്. പിന്നൊന്നും ഞാൻ നോക്കിയില്ല. അപ്പോഴേ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പം ചാടി കയറി ആ ബോട്ടിനകത്ത് കയറി. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഈ ബോട്ടിനകത്തൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരെ ബോട്ടിനകത്തോട്ട് കയറി. അപ്പം നമ്മളെപ്പോൾ ബോട്ടിൽ കയറിയാലും ബോട്ട് ഓട്ടിക്കുന്ന ഇഞ്ചിനാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് അതിനകത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ പുള്ളി ഇരിക്കുന്ന സീറ്റും പുള്ളി ഓട്ടിക്കുന്ന ഡ്രൈവിംഗ് സീറ്റ് എല്ലാം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് കാലിയാണ്. ഇനിയിപ്പം ഇവിടുന്ന് കയറി അപ്പുറത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അവരവിടെ വെയിറ്റ് ചെയ്യുന്നത്, ചാടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമ്മൾ ബോട്ടിൽ നിന്നെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ വച്ചാൻ അടുത്തൊരു സാധനത്തിന് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരെനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പേരറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഇതിനകത്ത് കായൽ, ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കായലിൽ മുള്ളണം എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പേരെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ പൂലെ പിടിക്കാൻ വേണ്ടി മൈദയായിട്ട് ഒത്തിരി നേരം നമ്മളെ അച്ഛന്മാരോട് ഇരിപ്പുണ്ട്. പക്ഷെ ഇതുവരെ നമുക്കൊരു പൂലെ കിട്ടിയിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് മീനെ വളരെ തുച്ഛമായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഹൗസ് ബോട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സംഭവം നമ്മളവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ് ഇത് പോകുന്നതും വരുന്നതും എല്ലാം കാണാൻ വേണ്ടി. അപ്പം വീണ്ടും നമുക്കൊരു കായൽക്കോര കിട്ടിയിട്ടുണ്ട്. പൊടിമോ ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ കൂട്ടുകാർ. ആണ്ട് നമ്മുടെ ചെക്കനും പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മോനും പിടിച്ചിട്ടുണ്ട് ഒരു കോരെ. വെറുതെ ഇരുന്ന് ചൂണ്ടിയെടുത്ത് അവൻ ഇട്ടതാ. അവന് കിട്ടിയിട്ടുണ്ട് ഒരു കോരെ. അപ്പൊ നമ്മളോടെല്ലാം ബൈ ബൈ പറഞ്ഞ് നമ്മുടെ ബോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ സ്വന്തം കോഴിവിള, നമ്മുടെ സ്വന്തം പൂട്ടിയാടിലെ ബോട്ടാണ് ഈ പോകുന്നത്. അപ്പൊ പിന്നെ വീണ്ടും വൈൻഡപ്പ് ചെയ്യാന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് ഇതുവരെ കിട്ടിയ മീനാണ് കേസ് ഇത്. അപ്പം നമുക്ക് സമയം ഒരുപാട് ആയതുകൊണ്ട് തന്നെ ഇന്ന് വളരെ തുച്ഛമുള്ള മീനെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ബൈ. ഓക്കെ.